നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ ദുആ ചെയ്യാം. അതിനോടൊപ്പം അദൃശ്യനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അതിഗഹനമായ ഒരു വിഷയമാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ളത് കാരണം ഒരു മനുഷ്യന്റെ മുമ്പിലോട്ട് മുഖറബായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരാളോടും തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടോ അല്ലെങ്കിൽ സമ്മതം ചോദിച്ചിട്ടോ പിടിച്ച ചരിത്രം ഇസ്ലാമിലില്ല. അങ്ങനെങ്ങാനും മുഖറബായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളോട് സമ്മതം ചോദിച്ചില്ലെങ്കിൽ അത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയുടെ ചാരത്തിരിക്കുമ്പോൾ ആ മദീന പള്ളിയുടെ ചാരത്തിലേക്ക് അതാ കടന്നു വരുന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുയോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ഉമർ തങ്ങളെ, ഇന്ന് നിന്റെ ഈ വരവുണ്ടല്ലോ, ഇന്ന് നിന്റെ ഈ വരവുണ്ടല്ലോ, അത് വല്ലതും കിട്ടിയിട്ട് കൊണ്ടുള്ള വരവാണോ? അല്ലാഹുവിന് വല്ലതും കൊടുക്കാൻ, അല്ലാഹുവിന് വല്ലതും സമർപ്പിക്കാൻ, അല്ലെങ്കിൽ അല്ലാഹുവിന് വല്ലതും കൊടുത്തിട്ട് കൊണ്ടുള്ള വരവാണോ എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന സമയത്ത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പൊട്ടിക്കിട്ട് കരഞ്ഞു. ആരാ പൊട്ടിക്കരഞ്ഞത്? ആരാ പൊട്ടിക്കരഞ്ഞത്? റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രണ്ടാമത്തെ ഖലീഫ, ഇസ്രായേൽ കൈസരൊക്കെ വരപ്പിച്ച ഖലീഫ, അതായത് പരിശുദ്ധ ഉമർ റളിയല്ലാഹു തആല പരിശുദ്ധ ഇസ്ലാമിന്റെ താളുകളിലേക്ക് കാലെടുത്ത് വെച്ച് വരുന്നതിന് മുമ്പ് ഒരുത്തന്റെ തല കൊയ്യാതെ ആ വാളുറയിലേക്ക് ഇട്ട ചരിത്രം ഉമറിന്റെ ജീവിതത്തിലില്ല. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ആണ് കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അല്ലയോ ഉമർ തങ്ങളെ, എന്തിനാണ് നീ കരയുന്നത്? ആരാ നിന്നെ സങ്കടപ്പെടുത്തിയത്? ആരാ നിന്നെ പ്രയാസപ്പെടുത്തിയത്? ആരാ നിന്നെ നൊമ്പരപ്പെടുത്തിയത്? ആരാ നിന്നെ വിഷമിപ്പിച്ചത്? ഉമറേ, നിന്നെ പ്രയാസപ്പെടുത്തിയത് ആരാണ്? നിന്നെ നൊമ്പരപ്പെടുത്തിയത് ആരാണ്? നിന്നെ വിഷമിപ്പിച്ചത് ആരാണ്? നിന്നെ പ്രയാസപ്പെടുത്തിയത് ആരാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ആരും സങ്കടപ്പെടുത്തിയിട്ടില്ല, എന്നെ ആരും പ്രയാസപ്പെടുത്തിയിട്ടുമില്ല, എന്നെ ആരും നൊമ്പരപ്പെടുത്തിയിട്ടുമില്ല, എന്നെ ആരും പ്രയാസപ്പെടുത്തിയിട്ടുമില്ല, എന്നെ ആരും വിഷമിപ്പിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് കരയുന്നത്? നിന്നെ പ്രയാസപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നിന്നെ വിഷമിപ്പിച്ചിട്ടില്ലെങ്കിൽ, നിന്നെ നൊമ്പരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരോട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരേ, എന്നാണ് എന്റെ മുമ്പിലോട്ട് മുഖറബായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരിക? എന്റെ മുമ്പിലോട്ട് എന്നാണ് മുഖറബായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരിക? നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഉമറേ, അസ്റായീൽ വരുന്ന ദിവസങ്ങള്, അതിന്റെ സമയങ്ങള് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. ഉമറേ, നീ നിൽക്കുന്ന നിൽപ്പിലാണോ? നീ നടക്കുന്ന നടപ്പിലാണോ? നീ ഇരിക്കുന്ന ഇരിപ്പിലാണോ? നീ കിടക്കുന്ന
അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദൃശ്യനാണ് ഉമറേ, അദൃശ്യനാണ് ഉമറേ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവോട് പറയുകയാണ്, ഉമർ തങ്ങളെ പഠിച്ചു വെക്കണേ, ഉമർ തങ്ങളെ മനസ്സിലാക്കി വെക്കണേ, ഉമർ തങ്ങളെ മനസ്സിലാക്കി വെക്കണേ. മുഖറബായ മലക്ക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് നിന്റെ റോഗ് പിടിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് കാര്യങ്ങൾ നീ മനസ്സിലാക്കി വെക്കണേ, നീ മനസ്സിലാക്കി വെക്കണേ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ ഉണ്ടല്ലോ, ആ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാന ഭാഗം ഓതി കേൾപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈബ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, എന്നാണ് ഖിയാമത്ത് നാൾ നടക്കുക, എന്ന് ഖിയാമത്ത് നാൾ നടക്കും. അത് പടച്ച തമ്പുരാനല്ലാതെ ഒരു സൃഷ്ടിക്കും തന്നെ അത് പറയാൻ സാധ്യമല്ല. കാരണം 2012 ആ 2012 ഡിസംബർ 31 വന്നു കഴിഞ്ഞപ്പോൾ ശാസ്ത്രം പറഞ്ഞിരുന്നില്ലേ ലോകം അവസാനിക്കുമെന്ന്? അത് മുമ്പ് ശാസ്ത്രം പറഞ്ഞിരുന്നില്ലേ? പക്ഷേ അതിനൊക്കെ പരാജയപ്പെടുത്തിയിട്ട് നൂറ്റാണ്ട് 14 മുമ്പ്, അഥവാ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ബോധ്യപ്പെടുത്തിയിട്ടില്ലേ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, എന്നാണ് ഖിയാമത്ത് നാൾ നടക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന് പോലും അറിയില്ല. പിന്നെ ഇങ്ങനെ ശാസ്ത്രം പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ? പറയാൻ പഠിച്ചിറക്കേണ്ട രണ്ടാമത്തെ കാര്യങ്ങൾ, രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ? വയുനസ്സിലുൽ ഗൈബ്. എപ്പോഴാണ് മഴ പെയ്യുക? മഴ എപ്പോ പെയ്യും, എവിടെ പെയ്യും, എന്ന് പെയ്യും, അത് നടില്ല നമുക്ക് പറയാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം നമ്മൾ സർവ്വസാധാരണ വീടുകളിലൊക്കെ വീടുകളിലൊക്കെ ടെറസൊക്കെ ചിക്കിട്ടതൊക്കെ ഉണ്ടാകും. മഴക്കാറ് കണ്ടു കാണും, മഴക്കാറ് വരുന്നത് കണ്ടു കാണത്ത് നമ്മൾ അകത്തേക്ക് എടുത്തു വെക്കും. ആ അകത്തേക്ക് വെക്കുമ്പോൾ ആ മഴക്കാരനെ പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ പടച്ച തമ്പുരാന് വേറെ ഏതോ സ്ഥലത്ത് പെയ്യിപ്പിക്കുന്നു. അതാണ് വയുനസ്സിൽ ഗൈബ്. എന്നിട്ട് മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? വയഅലമു മാ ഫിൽ അർഹാം, വയഅലമു മാ ഫിൽ അർഹാം. എന്താണ്? ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി, ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ തടിയുള്ളതാണോ തടിയില്ലാത്തതാണോ, കറുത്തതാണോ അല്ലെങ്കിൽ വെളുത്തതാണോ, കോമളുള്ളതാണോ, ഒറിജിനാണോ, അതൊക്കെ അറിയുന്നത് പടച്ച തമ്പുരാന് മാത്രമാണ്. മാത്രമല്ല വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നിന്റെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കും, നിന്റെ ജീവിതത്തിലുണ്ടല്ലോ ആ നാളത്തെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അത് പടച്ച തമ്പുരാൻ